Hola, ¿cómo están? Welcome back to Spanish with Lali. I hope you all are doing well. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് സമയൊട്ടും കളയാതെ കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഒരു മൂഡാണ്. എന്താണ് മൂഡ്? എന്ത് മൂഡാണ്? ദ സബ്ജക്റ്റീവ് മൂഡ്. അതിന് സ്പാനിഷിൽ പറയും പ്രസൻറ്റേ ദേ സുബ്ഹുന്തിവോ. ആ വെർബിൻ്റെ ചേഞ്ചസ് ഈ മൂഡിലേക്ക് വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻഡിക്കാറ്റീവ് മൂഡ്, സബ്ജക്റ്റീവ് മൂഡ്, ഇൻഡിക്കാറ്റീവ് മൂഡ്. ഇൻഡിക്കാറ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അതൊരു ഫാക്റ്റാണ്. അതേസമയം സബ്ജക്റ്റീവ് മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സജഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഡെസയർ ആകാം, അല്ലെങ്കിൽ ഒരു വിഷ് ആകാം, അങ്ങനത്തെ ഒരു ഡൗട്ട് ആകാം. അങ്ങനത്തെ ഒരു മൂഡ്, ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഈ വെർബിനെ ഈ മൂഡിലേക്ക് മാറ്റി നമ്മൾ സംസാരിക്കുന്നത്. ഇത് സ്പാനിഷിൽ ഈ സബ്ജക്റ്റീവ് മൂഡ് വളരെ കോമൺ ആണ്. ഇംഗ്ലീഷിൽ അത്ര കോമൺ അല്ല. ഈ മൂഡ് അത്ര കോമൺ അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ഒക്കെ നമ്മൾ പറയാം. ടെൻസ് എപ്പോഴും നമ്മൾ ഒരു റെഫർ ചെയ്യുന്നത് ടൈമിങ് അല്ലേ, ഇപ്പം നടക്കുന്ന കാര്യം, ഭാവിയിലെ കാര്യം, അങ്ങനെയൊക്കെ പറയാം അല്ലെ, ഭൂതകാലം കഴിഞ്ഞ. അപ്പോൾ അതൊരു ടൈമിനെ റെഫർ ചെയ്യുന്നത് എന്ത്? ടെൻസ്. അപ്പോൾ ഈ മൂഡ് എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുന്നത് ടു ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്പീക്കറാണ്. നമ്മളൊരു ആറ്റിറ്റ്യൂഡാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനാണ് ഈ മൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പാനിഷിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു വെർബ് എടുത്തിട്ട് 2-3 വെർബ് എടുത്തിട്ട് അതെങ്ങനെയാണ് ഈ മൂഡിലേക്ക് മാറുന്നത് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കൊമേർ, ആബ്ലാർ, ബിബിർ 3 വെർബ്സ് ആണ്. അത് ഒന്ന് AR എൻഡ് ചെയ്യുന്നത്, പിന്നെ ഒന്ന് ER എൻഡ് ചെയ്യുന്നത്, ഒന്ന് IR എൻഡ് ചെയ്യുന്നത് 3 വെർബാണ്. അപ്പോൾ ഈ സബ്ജക്റ്റീവ് മൂഡിലേക്ക് ഈ വെർബ് മാറുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ കൊമേർ, കോമ എന്ന് പറഞ്ഞാൽ ജോ, ഞാനാണ് സബ്ജക്റ്റ് പ്രോണൗൺ. ജോ കോമ. ഇപ്പം ഞാൻ പറയണത് അതൊരു ഇൻഡിക്കേറ്റീവ് മൂഡാണെങ്കിൽ എങ്ങനെയാണ് പറയണത്? ഐ ഈറ്റ്. അപ്പം ഞാൻ പറയണത് ജോ കോമ എന്ന് പറയല, ജോ കോമോ, ഐ ഈറ്റ്. അതൊരു ഫാക്റ്റാണ്, ഐ ഈറ്റ്. പക്ഷെ ഞാനിപ്പോൾ ജോ കോമ എന്ന് പറഞ്ഞാൽ അത് ഐ വിഷ് ടു ഈറ്റ്, അല്ലെങ്കിൽ അതൊരു ഫാക്റ്റ് അല്ല, ഒരു കൺഫേം ഇല്ല അവിടെ. ഐ ഈറ്റ് ഇഫ് ഐ ലൈക്ക്, അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. മനസ്സിലായോ? ഐ ഈറ്റ്, ജോ കോമോ, ഐ ഈറ്റ്. അപ്പം ഇത് സബ്ജക്റ്റീവ് മൂഡിലേക്ക് വരുമ്പോൾ കോമ, അതിൻ്റെ അർത്ഥം ഐ ഈറ്റ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ആറ്റിറ്റ്യൂഡ് വേറേതാണ്. ഒരു കൺഫർമേഷൻ ആറ്റിറ്റ്യൂഡ് അല്ല അവിടെ. അപ്പം അത് തു ആകുമ്പോൾ അത് പറയുന്നത് കൊമാസ് എന്ന് പറയും. തു കൊമാസ്. ഇൻഡിക്കേറ്റീവ് മൂഡ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കോമാസ് എന്നല്ല, കോമേസ് എന്നാണ് പറഞ്ഞത് അല്ലേ, കൊമേസ് എന്നാണ് പറഞ്ഞിരുന്നത് ഇൻഡിക്കേറ്റീവ് മൂഡിൽ. അപ്പോൾ ഇത് സബ്ജക്റ്റീവ് മൂഡിൽ തു വരുമ്പോൾ കോമാസ്, പിന്നെ കോമ വന്നു. അത് ഉസ്തേഡ്, ഫോർമൽ യു അല്ലെങ്കിൽ ഹി ഷി ആകുമ്പോൾ കോമ. ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോമ 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഐ സബ്ജക്റ്റ് പ്രോനൗണിൽ കോമ ഉണ്ട്, പിന്നെ യു ഫോർമൽ, ഹി ഷീയിലും കോമ വന്നു. അത് സെയിം ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോണ്ടാക്സ്റ്റ് അനുസരിച്ചാണ് നമ്മളെ സബ്ജക്റ്റ് പ്രോനൗൺ ആരാണെന്ന് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് ഒരു ക്ലൂ ഉണ്ട്. കൊമേർ ER എൻഡ് ചെയ്യുന്നതല്ലേ. അപ്പം ഇത് ഈ ER കൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് അവിടെ A കിട്ടാൽ മതി, സബ്ജക്റ്റീവ് മൂഡ് കിട്ടും. അത് ERലും IRലും അങ്ങനെയാണ്. അവിടെ BBR IR. അപ്പം അവിടെ A എൻഡിൽ വന്നേക്കണം, കണ്ടോ? അപ്പം IRലും ERലും എൻഡ് ചെയ്യുന്നവരെ ആ ലാസ്റ്റ് ERും IRും കൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഒരു A ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സബ്ജക്റ്റീവ് മൂഡിലേക്ക് മാറും. മനസ്സിലായോ? അപ്പം നമ്മൾ ആബ്ലാർ ആണെങ്കിൽ ആബ്ലാർ AR എൻഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ AR കൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് അവിടെ നമ്മൾ ഓപ്പോസിറ്റ് E ചേർക്കണം. അപ്പം എന്തോന്ന്? അബ്ലേ, ജോ അബ്ലേ എന്ന് പറഞ്ഞാൽ ഐ സ്പീക്ക് എന്നാണ്. പക്ഷെ അതൊരു കൺഫർമേഷൻ സ്പീക്കിൻ്റെ അർത്ഥമല്ല. കൺഫേംഡ് സ്പീക്കിംഗ് ആണെങ്കിൽ എന്താ പറയണത്? ജോ ആബ്ലോ എസ്പാനിഷ്, ഐ സ്പീക്ക് സ്പാനിഷ്. അവിടെ യാതൊരു ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷെ ജോ ആബ്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടും അല്ലെങ്കിൽ ഒരു സജഷൻ കൊടുക്കുന്നതായിട്ടുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പം അതാണ് ഇങ്ങനെ നമ്മൾ കാണാം. ആബ്ലേ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം പറയണേ
ഇപ്പം ഇപ്പോൾ ഇവിടെ ആബ്ലയുണ്ട്, ഇവിടെ ആബ്ലയുണ്ട്. ഇതിൻ്റെ സബ്ജക്റ്റ് പ്രോണൗൺ ജോയാണ്, ഐ ആണ്. ഇപ്പം ഈ തേർഡ് വന്നിരിക്കുന്ന സബ്ജക്റ്റ് പ്രോണൗൺ എന്ന് പറയുന്നത് യു ഫോർമലും ഹീ ഷീ ആണ്. ഇപ്പം ഞാനൊരു റെസ്പെക്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷീ അവളോട് പറയാണ്, ഞാൻ പറയാണ് ഷീ സ്പീക്ക് സ്പാനിഷ്. അപ്പം എങ്ങനെ പറയും? ella habla español. ഇത് ഇച്ചിരി കൺഫ്യൂഷൻ ഉള്ള ഒരു ഇതാണ്. അപ്പം ഇത് ആബ്ലെ ജോ, ആബ്ലേസ് യു ഇൻഫോർമൽ, ആബ്ലെ ഹി ഷീ ഉസ്തേഡ്. അതൊരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം മീനിങ് ഐ സ്പീക്ക്, ഹീ ഐ സ്പീക്ക്, യു സ്പീക്ക്, ഷീ സ്പീക്സ്, യു ഫോർമൽ സ്പീക്ക്. ആബ്ലെ, ആബ്ലേസ്, ആബ്ലെ. ഇപ്പം നമ്മളിത് ഇൻഡിക്കേറ്റീവ് മൂഡിലാണെങ്കിൽ ഈ ആബ്ലെ അല്ല ആബ്ലോ, ഇവിടെ ആബ്ലേസ് അല്ല ആബ്ലാസ് എന്ന് വരും. ഇവിടെ ആബ്ലെ അല്ല ആബ്ലാന്ന് വരും. അതായത് അത് ഒരു ഫാക്റ്റാണ്. ഐ സ്പീക്ക്, യു സ്പീക്ക് എന്ന് പറഞ്ഞൊക്കെ. ഇത് മൂഡ് മാറി, ആറ്റിറ്റ്യൂഡ് മാറി. അതിന് അവിടെ സജഷൻ വരാം, ഡെസേർ വരാം, വിഷ് വരാം. അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഈ വെർബിനെ മാറ്റിയെടുക്കുന്നത്. ഇനി ഇത് ബിബിയർ ആണെങ്കിലോ, ബിബിയറാണ് ബീബ, ബീബാസ്, ജോ ബീബ, യു ഇൻഫോർമൽ ബീബാസ്, ബീബ. ബട്ട് ബിബിയർ എന്ന് പറയുന്നത് ടു ലീവ്. അതുപോലെ പ്ലൂറലാണെങ്കിലോ, ഇപ്പം നമ്മൾ കൊമേറിൻ്റെ കോമ എന്ന് പറയുമ്പോൾ ഐ ആണ്, അത് വി ആണെങ്കിൽ കൊമാമോസ്, ദേ അല്ലെങ്കിൽ യു ഓൾ ആണ് കൊമാൻ. എല്ലാം ഈ എയ്ഡ് കൊമാമോസ്, കൊമാൻ. അതുപോലെ ആബ്ലെ, ആബ്ലേമോസ് ആണ്, ആബ്ലേമോസ്. വി ആണെങ്കിൽ ആബ്ലെ, യു ഓൾ ആർ അല്ലെങ്കിൽ ദേ. അതുപോലെ തന്നെ ബിബീറിനെ ബീബാമോസ് പ്ലൂറൽ ആണെങ്കിൽ വി, ബീബാൻ, ദേ അല്ലെങ്കിൽ യു ഓൾ ആർ. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വെർബ് ചേഞ്ച് ആകുന്നത് ഈ സബ്ജക്റ്റീവ് മൂഡിലാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ലൈക്ക് ഐ ഹോപ്പ് ദാറ്റ് ഹി ബി ഹിയർ ഓൺ ടൈം. ഐ ഹോപ്പ്, അപ്പോൾ ഞാൻ ആശിക്കുന്നു. അപ്പോൾ അതെങ്ങനെ വരും? എസ്പേരോ എന്ന് പറയാം. എസ്പേരോ, ഐ ഹോപ്പ്. എപ്പോഴും ഒരു കെ വരും ഈ സബ്ജക്റ്റീവ് മൂഡ് ഉപയോഗിക്കുമ്പോൾ. എന്താ പറയുക? ഐ ഹോപ്പ് ദാറ്റ്. നമ്മൾ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെ വരാം. എസ്പേരോ കെ ജഗേ ആ തിയമ്പോ. ഓൺ ടൈമിന് സ്പാനിഷ് പറഞ്ഞാൽ ആ തിയമ്പോ എന്നാണ്. അതിന് മുമ്പ് നമ്മൾ കണ്ട ജഗേ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സബ്ജക്റ്റീവ് പ്രോനൗൺ, സബ്ജക്റ്റീവ് മൂഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതിൻ്റെ ബദി വെർബ് ഏതാണ്? ജഗാർ എന്ന് പറയും. AR എൻ്റെ എന്ന വെർബാണ്. അതിൻ്റെ ലാസ്റ്റ് വെർബ് ഈ എൻ്റെ കണ്ട ജഗേ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് മൂഡാണ്. അതുകൊണ്ട് ജഗേ, ഐ ഹോപ്പ് കെ ജഗേ, ഹി. ജഗേയിലെ സബ്ജക്റ്റ് പ്രോനൗൺ ഹി ആണ്. അവിടെ ഹി ഇതിനകത്തുണ്ട്. ജഗേ അത്തിയമ്പോ സബ്ജക്റ്റീവ് മൂഡ് ഉപയോഗിച്ചോടെ, ബിക്കോസ് ഐ ഹോപ്പ്. പിന്നെ എങ്ങനെ പറയാം? ഐ എം ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. ഐ എം ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. അങ്ങനെ പറയാം. ഐ എം ഹാപ്പി, മേ അലേഗ്രോ, അല്ലെങ്കിൽ എസ്റ്റോയ് ഫെലീസ് എന്നും പറയാം. ഐ എം ഹാപ്പി, മേ അലേഗ്രോ. ദെക്കെ എന്നുള്ള ഈ ദാറ്റിൻ്റെ ഇതുള്ള ദെക്കെ. എസ്തേസ് അക്കി. എസ്തേസ് എന്ന് പറഞ്ഞാൽ യു ആർ, അക്കി ഹിയർ. ഐ എം ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. നമ്മളിപ്പോൾ പറയണം ഐ എം ഹാപ്പി യു ആർ ഹിയർ എന്നൊരു ഫാക്റ്റ് പറയാൻ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കൺഫേം ഉള്ള ഒരു സെൻറ്റൻസ് പറയണം. അവിടെ ഒരു ഡൗട്ട് ഒന്നുമില്ല. അവിടെ നമ്മൾ ഈ എസ്താസ് അക്കി എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? എസ്താസ് അക്കി. പക്ഷെ നമ്മളവിടെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞു. ഐ എം ഹാപ്പി. ഞാൻ എൻ്റെ ഇമോഷണൽ ഫീലിംഗ് അവിടെ പറഞ്ഞു, ഇല്ലേ? ഞാൻ ഹാപ്പിയാണ് നീ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവർ എസ്താസ് ഉപയോഗിക്കത്തില്ല, എസ്തേസ് എന്നാണ്. എന്നാലേ അത് മാച്ച് ആവത്തുള്ളൂ. അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാം. പക്ഷെ മനസ്സിലാവും എല്ലാവർക്കും എന്താണ്. പക്ഷെ ശരിക്കും അത് പറയണമെങ്കിൽ നമ്മൾ എസ്തേസ് ഉപയോഗിക്കുന്നത്. നമ്മൾ കൊമോ സ്താസ്, അവിടെ നമ്മൾ എസ്തേസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഹൗ ആർ യു, ഒരു ഫാക്റ്റാണ്. ഹൗ ആർ യു, കൊമോ സ്താസ്. അപ്പം എസ്തേസ് ആണ് ഉപയോഗിക്കുന്നത്, എസ്താസ് അല്ല. അതാണ് സബ്ജക്റ്റീവ് പ്രോനൗൺ. ഇനി അടുത്തത് ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് നൗ. ഐ ഹോപ്പ് എപ്പോഴും എസ്പേരോ കെ ദാറ്റ് നോ. നമ്മുടെ ഒരു നെഗറ്റീവാണ്. ഇറ്റ് ഈസ് നോട്ട്, നോ.
ജുയേബ മാസ്താദ്. ജുയേബ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് മൂഡ് ഓഫ് ജൊബേർ. ജൊബേർ എന്ന് പറഞ്ഞാൽ ടു റെയിൻ, മഴ പെയ്യുന്ന ജൊബേർ. അപ്പം അത് ഇയാളെ എൻ്റെ വെർബാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്റ്റെമ്മ് വരെ മാറിപ്പോയി. ജൊബേറിൻ്റെ ജു എ ബാന്നായി. പക്ഷെ ആ ഇയാളെ കളഞ്ഞിട്ട് അവിടെ എ ആഡ് ചെയ്തതുണ്ട, ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞ പോലെ. അപ്പം ജു എ ബാ más tarde. Espero que no llueva más tarde. I hope that it is not raining. തെറ്റുണ്ടല്ലോ, നമുക്കൊരു തെറ്റുണ്ടോ അവിടെ. más tarde അല്ല, നൗന്നായിട്ടേക്കണം. അപ്പം അവോര എന്ന് പറയും അല്ലേ. Espero que no llueva ahora. I hope that it is not raining now. Not más tarde എന്ന് പറഞ്ഞാൽ ലേറ്റ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് തെറ്റാ. അപ്പോൾ espero que no llueva ahora. ഞാൻ ഹോപ്പ് ചെയ്യുന്നു ഇപ്പം മഴ പെയ്യില്ലെന്ന്. അപ്പോൾ ജൊബേറിൻ്റെ സബ്ജക്റ്റീവ് മൂഡ് വന്നപ്പോൾ ജു എ ബാ ഇയാർ എടുത്ത് കളഞ്ഞിട്ട് അവർ എ ഇട്ടു. ഇപ്പം ജു എ ബാ എന്നായി. അത് സ്റ്റെമ്മും കൂടെ മാറും. ഇവിടെ ജോബേർ എന്ന് പറയുന്ന സ്റ്റെമ്മ് ജോബേ അത് കംപ്ലീറ്റ് മാറ്റി ജു ഏബ എന്നാക്കി. നമ്മളിവിടെ പഠിച്ചത് സ്റ്റെം ഒന്നും മാറിയില്ല അല്ലേ. കൊമേർ ആബ്ല ബിബി ഒന്നും സ്റ്റെം മാറാതെ അതേപോലെ സ്റ്റെം നിന്നുകൊണ്ടാണ് ഇതിൻ്റെ വേർഡ് മാറിയത്. അപ്പം ചില വെർബിന്, അത് ഇറഗുലർ വെർബിന് സ്റ്റെമ്മും കൂടെ മാറും. ഇച്ചിരി ഡിഫിക്കൽട്ടാണ് എനിക്കിത് പെട്ടെന്ന് കേൾക്കുമ്പോൾ. എനിക്കിത് കുറേ സമയം എടുത്തൊന്ന് ക്ലിക്ക് ആകാനായിട്ട്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഒരു മൂഡ്, ഇൻഡിക്കേറ്റീവ് മൂഡ്, സബ്ജക്റ്റീവ് മൂഡ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇമ്പാരറ്റീവ് മൂഡാണ് പഠിച്ചത് അല്ലേ. അതും ഇതുപോലെ റിക്വസ്റ്റ്, കമാൻഡ് ആണ് മെയിനായിട്ട് അതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഇത്ര ഓർത്താൽ മതി. ഇങ്ങനെ ഒരു 2 തരം മൂഡുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 തരം മൂഡുണ്ട്. ഇൻഡിക്കേറ്റീവ് മൂഡ്, സബ്ജക്റ്റീവ് മൂഡ് ആൻഡ് ഇമ്പാരറ്റീവ് മൂഡ്. ഇൻഡിക്കേറ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എല്ലാം ഒരു ഫാക്റ്റാണ്, അതിനകത്തൊരു ഡൗട്ടോ സജഷനോ ഒന്നും ഇല്ലാത്തതാണ്. അതിൻ്റെ മാറ്റം സബ്ജക്റ്റീവ് മൂഡിലേക്ക് വരുമ്പോൾ വെർബ് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ സ്പാനിഷ്. അത് വളരെ കോമൺ ആണ്. അത് കുറച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ ഒരു മൂഡും കൂടെ ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അല്ലാണ്ട് ജസ്റ്റ് ഇത് മിക്കവാറും സബ്ജക്റ്റീവ് മൂഡ് എപ്പോഴും ഒരു പ്രസൻറ്റ് ടെൻസിലാണ് അത് കാണിക്കുന്നത്. അതങ്ങനെ ഫ്യൂച്ചർ ടെൻസ് ഒന്നും ഞാൻ കണ്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇച്ചിരി ഒരു ടഫാണ്. ഇതൊന്ന് പെട്ടെന്ന് ഇങ്ങനെ നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റെഗുലർ വെർബായ കൊമേർ, ആബ്ലാർ, ബിബിർ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. പിന്നെ ഇറഗുലർ വെർബിലേക്ക് വരുമ്പോൾ സ്റ്റെമ്മും മാറും, അതിന് എൻഡും മാറും. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലോർത്തിരിക്കണം. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഇമോഷണലായിട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് സന്തോഷം വരുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ഐ ഹോപ്പ്, ഞാൻ ആഗ്രഹിക്കുന്നു, നീ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും സബ്ജക്റ്റീവ് മൂഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെർബിൻ്റെ സബ്ജക്റ്റീവ് മൂഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് ആ ഇമോഷണൽ ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതൊരു ടഫ് ക്ലാസ്സാണ്. എത്ര നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നത് കറക്റ്റ് ആ രീതിയിൽ കമൻറ്റിലൊക്കെ ഇടുവാണെങ്കിൽ അത് എനിക്ക് ഹെൽപ്പാവും. ഞാൻ നിങ്ങളോടൊപ്പം സ്പാനിഷ് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ പഠിക്കാം. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ കറക്ഷനൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് സന്തോഷമാണ്. കാരണം നിങ്ങളതൊക്കെ നോക്കുന്നുണ്ടല്ലോ, എന്നല്ലേ കറക്ഷനൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളും കൂടെ ഇതൊന്ന് പിന്നെ ബുക്കിലൊക്കെ എടുത്ത് അല്ലെങ്കിൽ പല ആപ്പുണ്ടല്ലോ, ഡുവലിംഗോ ആപ്പിൽ കയറി അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ എന്താ പറയുന്നത്, ജാ മെ ബോയ്, അഡിയോസ്, ടേക്ക് കെയർ, ബൈ.